നുണക്കുഴി ലയേഴ്സ് ഡേ ഔട്ട്. ആ നുണക്കുഴിയായിട്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റില്ല. ഇത് നുണയന്മാരെ ഒരു കുഴി കൊണ്ടുപോയിട്ടിരിക്കുക. ലയേഴ്സ് ഡേ ഔട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നുണയന്മാരുടെ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് ആളുകൾ പറയണ കുറെ നുണകൾ ഒരു കുഴി പോയി ചാടും എല്ലാരും കൂടെ. അതെ, എല്ലാരും കൂടി ഒരു കുഴി പോയി വീണു. അവിടെ നുണകൾ ബിൽഡ് ചെയ്ത് ഓരോരുത്തർ കയറി വരുന്നു. ലാസ്റ്റ് ഈ സിനിമ ഇനിയൊരു സെക്കൻഡ് പാർട്ട് വരുമെന്നുള്ളടത്ത് കൊണ്ടുചെന്ന് നിർത്തുന്നു. ഇതില് ഈ നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഒരു അപകടം അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എത്തുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന നുണകളാണ്. പക്ഷെ ആ നുണകളിൽ നിന്ന് ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടറിലേക്ക് എങ്ങനെ കണക്ട് ആവുന്നു എന്നാണ് മെയിനായിട്ട് ബേസിൽ ചെയ്ത ക്യാരക്ടർ. റിച്ച് ആണ്, റിച്ച് ആണ്. റിച്ച് ആയിട്ടുള്ള ബേസിലിന്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നുണക്കഥേന്റെ തുടക്കം വരുന്നത്. പിന്നെ ആ നുണക്കഥയിലേക്ക് അജു വർഗീസ്, ഗ്രേസ് ആന്റണി, നിഖില വിമല്, പിന്നെ മനോജ് കെ ജയൻ, ബൈജു, സിദ്ദിഖ്, സൈജു കുറുപ്പ്, സ്വാസിക. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇതിന്റെ മെയിൻ ക്യാരക്ടർ നമ്മളെ ബേസിലിന്റെ അടുത്തേക്കാണ് എല്ലാ ക്യാരക്ടേഴ്സും വന്ന് ചെയ്യുന്നത്. ഒരൊറ്റ റീസൺ കാരണം കൊണ്ട് കണക്ട് പല കാരണം കൊണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് വരികയാണ് ബേസിലിന്റെ അടുത്തേക്ക്. ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ അല്ലേ, അടിപൊളി, ഒന്നും പറയാനില്ല. ശരിക്കും സംഭവിക്കണം. ഇത് ഭയങ്കര കണക്ട്. അല്ല മാത്രല്ല ഈ സാധനം ചെയ്യുമ്പോ ഇപ്പൊ വെട്ടം പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് ഇത്. അതായത് ഇത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് പ്രോപ്പർ അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധവും നമുക്ക് തോന്നില്ല. പക്ഷെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഇത് ഓരോ സിറ്റുവേഷനും ഓരോ ക്യാരക്ടറിന്റെ നുണകളും ഓരോ സാധനവും കണക്ട് ചെയ്തത് വൃത്തിയായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റി. ഇല്ലാതെ എനിക്ക് 6 ബോറാവും പടം. പല സംഭവങ്ങളും അവിശ്വസനീയമാണ്. പക്ഷെ അത് നമുക്ക് ഇത് കൊള്ളാലോ തോന്നുന്ന രീതിയിലാണ് കണക്ഷൻ വന്നില്ല. എവിടെയും പൊന്തി നിൽക്കില്ല. എല്ലാ കണക്ഷൻസും അതായത് കണക്ഷൻസ് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതാണ് ഈ സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഡയറക്ടർ ബ്രില്യൻസ്. ഒരു ലാഗ് ചെയ്യാൻ സമയമല്ല, പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. പടം ഓടുന്ന പോലെ തന്നെ ക്യാരക്ടേഴ്സ് എല്ലാം ഓടുകയാണ്. അതായത് ഈ സിനിമയിലെ ഒരു എന്താ പറയാ എബി എന്ന് പറഞ്ഞ റിച്ച് ക്യാരക്ടർ ചെയ്ത ബേസിലിന്റെ ലൈഫിൽ ഒരു 3GP. ബാക്കിയൊക്കെ നിങ്ങൾ തിയേറ്റർ കണ്ടോ? ബേസിക്കലി റിച്ച്. അങ്ങനെ റെസ്പെക്ട്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങണ കഥയില് ഈ ക്യാരക്ടേഴ്സ്, അതായത് ഓരോ ക്യാരക്ടറിനും ഇൻഡിവിജ്വൽ സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറികൾ തമ്മിൽ നുണ വെച്ചിട്ടാണ് കണക്ട് ആവുന്നത്. ഇന്നാ ഈ നുണ പൊളിയും ചെയ്യും, ഈ നുണ പൊളിയും ചെയ്യും. 3 ആൾക്കാര് പറഞ്ഞ കൊറേ നുണകൾ, പല വേർഷനുകൾ. പക്ഷെ എന്താ പറയുക, വൃത്തിയായിട്ട് കാണിച്ചു തരാൻ പറ്റി. അവിടെയാണ് അതിന്റെ ഒരു റൈറ്റർ ആരാ, KR കൃഷ്ണകുമാർ. ദൃശ്യോ KR കൃഷ്ണകുമാറോ? ഇതിന് മുന്നേ മൂപ്പര് ചെയ്തത് കൂമൻ. വെറുതെ അല്ല ഇത് കൈൻഡ് ഓഫ് ത്രല്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മെയ്സിന്റെ അകത്ത് പസിലില്ലേ, പസിലൊക്കെ പോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്ന ഒരു പരിപാടി. അതെ, ചിരിക്കാട്ടോ, നമുക്ക് ത്രൂ ഔട്ട് ചിരിക്കാം. നമുക്ക് വലിയ ആലോചിച്ചിരിക്കാനുള്ള സംഗതി ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വരും, ഇത് എന്ത് സംഭവിക്കും, ഇത് എവിടെ എത്തും എന്നുള്ളത്. അത് സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതി ആവുന്തോറുമാണ് നമുക്ക് പിന്നെ ആ ക്യൂരിയോസിറ്റി പോണത്. കാരണം ഏകദേശം കാര്യങ്ങൾ റിവീൽ ആവും. പിന്നെ ഇതില് അങ്ങനെ എന്താ പറയാ, അഭിനയിച്ച് ഭയങ്കര സെറ്റപ്പിലേക്ക് അങ്ങനത്തെ ഇത് ഫണ്ണാണ്. സാധനങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാപ്ടോപ്പിന്റെ അതിന് സംഗതി ഒരു 1 ലൈനാണ്. പക്ഷെ ആ 1 ലൈൻ ഇതിനകത്ത് എല്ലാവരുടെയും ഒരു സ്റ്റോറി ഉണ്ട്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് നമുക്ക് എന്നാലും നമ്മളത് എൻജോയ് ചെയ്യേണ്ടതാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാവും. എന്നാലും നമുക്കത് എൻജോയ് ചെയ്യാൻ കാരണം എന്താ അറിയോ? എൻജോയ് ചെയ്യാൻ കാരണം ഓരോ ക്യാരക്ടറിനും കൊടുത്തൊരു ഇൻഡിവിജ്വാലിറ്റിയാണ്. കാരണം ഇങ്ങനത്തെ കഥയിൽ ഇപ്പൊ വെട്ടം സിനിമ ഹിറ്റാവാൻ കാരണം അതിൽ ഓരോ ക്യാരക്ടറിനെയും നമ്മൾ എടുത്തു വെച്ച് നമ്മൾ ചിന്തിച്ച് മനസ്സിലിരിക്കുന്നുണ്ട്. അതൊരു ദിലീപേട്ട മൂവി മാത്രമായിരുന്നില്ല, ഇതൊരു വെറും ബേസിൽ മൂവി അല്ല. ഇതിനകത്ത് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ റോൾ ചെയ്യുന്ന ആൾക്കാരും വലിയ ആൾക്കാരും ചെറിയ ആളുകളല്ല അത് ചെയ്യണത്. എല്ലാരും അയ്യോ മനോജ് കേസേനൊക്കെ കുറെ ശേഷം അല്ലെ ഭയങ്കര ബൈജു തകർത്തിക്കാണ്. ബൈജു വേറെ ലെവല്. അതിന് എല്ലാരും കട്ടക്കടാ. സിദ്ദിഖ്, ബൈജു, മനോജ് കേസേൻ എല്ലാരും കട്ടക്ക്. ബിനു പപ്പു അങ്ങേരും അടിപൊളി.
അസീസ് ഇടയ്ക്ക് നല്ല കൗണ്ടർ അസീസിന്റെ സീരിയസ് ആയി നിന്നുള്ള കോമഡി സാധനങ്ങൾ അസീസ്. ഇതെന്താ പറയാ, നമുക്ക് ത്രൂ ഔട്ട് ഞാൻ സത്യം പറയാൻ 1-2 കോമഡികളൊക്കെ നമുക്ക് എന്ന് തോന്നിയാലും ബാക്കി കംപ്ലീറ്റ് സാധനം തിയേറ്ററിൽ എനിക്ക് വർക്കായി. എനിക്ക് ഞാൻ ഒന്നായി ചിരിച്ചു. ഹരിഹർ നഗറിലൊക്കെ കണ്ടൊരു സിദ്ദീഖ് പോലെ ഭയങ്കര ഓവറായിട്ട് സാധനങ്ങൾ അടിച്ച് ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ അതായത് അഭിനയിക്കാൻ തോന്നില്ല, ജീവിച്ച് കാണിക്കുന്ന പോലെ ഡയലോഗ് ഡെലിവറിയാണ് ഫുൾ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ സിമ്പിൾ ആയിരിക്കും. അല്ല എന്താ പറയാ, ഒരു എഫേർട്ട് ഇടാൻ ഇതിനകത്ത് ശരിക്ക് ചളമാവാൻ സാധ്യത ഉണ്ടായിരുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഓവറായിട്ട് ചളാക്കായിരുന്നു, പക്ഷെ ആ പോർഷൻ ഒന്നും ഓവറായിട്ട് ചളാക്കാതെ കൃത്യമായിട്ട് അത് ബേസിൽ ഹാൻഡിൽ ചെയ്തു. ബേസിലാണ് ഏറ്റവും കൂടുതൽ ഓവർ ആക്ട് ചെയ്യാൻ ഉണ്ടാവേണ്ട പോർഷൻസ്. അതെ, അത് ബേസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന ബേസിലെ സാധനം ഇതിലും വന്നിട്ടുണ്ട്. അതാണ് എല്ലാവരും എന്താ ചെയ്യാന്നുള്ളത്. ആ ക്യാരക്ടറിന് ഏറ്റവും നല്ലത് ബേസിലാണെന്ന് മാത്രല്ല, ആ ബേസില് ആ ക്യാരക്ടർ ബേസിൽ ചെയ്താൽ തന്നെ ഇങ്ങനെ ആവുള്ളൂ. അതില് മറ്റേ ഗ്രേസ് ആന്റണീന്റെ റൂമിനകത്ത് മറ്റേ ഇതിനകത്ത് കിടക്കുന്ന സാധനല്ലേ, അയ്യോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റിച്ച് മാൻ എന്ന് പറഞ്ഞിട്ട് ആ സാധനം ചെറിയ സാധനം ബേസിന്റെ. അതേപോലെ ഗ്രേസ് ആന്റണിന്റെ അഭിനയം പറഞ്ഞു. ഗ്രേസ് ആന്റണി ആ ഒരു റൂമിൽ നിന്നുള്ള സീനൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അഭിനയിക്കുമ്പോ മുഖം കണ്ണും പുരികും കൈയൊക്കെ ഇങ്ങനെ അഭിനയിക്കും. ഗ്രേസ് ആന്റണി അടിപൊളിയായി. നമുക്ക് അഭിനയിക്കാനായിട്ട് ഒന്നാമത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാ റോളും. ഇപ്പൊ ലെന, നിഖില വിമൽ ഇവരൊക്കെ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിലും എല്ലാവരും എക്സ്പ്രഷൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നത്തെ സിനിമയൊന്നും ഞാൻ അത്ര വലിയ ഫാൻ അല്ല, പക്ഷെ ഇതിൽ എനിക്ക് ഭയങ്കര നാച്ചുറാലിറ്റി തോന്നി. ഇതെന്താ ഇത് ഏറ്റവും കുറഞ്ഞ സീൻ കിട്ടിയത് സൈജു കുറുപ്പിനാണ്. സൈജു കുറുപ്പിന്റെ ഫസ്റ്റത്തെ സീൻ ടോപ്പാ. ഊപ്പരൊക്കെ അത്രേ ഉള്ളൂ, അത്ര മതി. അതായത് ഇതൊരു ജോസഫിന്റെ സിനിമയിൽ അങ്ങനെയാണ്. അല്ല, നല്ല ക്രാഫ്റ്റ് ആണ് ഇതിന് സത്യം പറയാനുള്ള എന്താ പറയുക, ഇത് നല്ല ക്രാഫ്റ്റ് ആണ്. അതായത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത ഒരു പസിൽ. അതായത് ഇതിന് എവിടെയെങ്കിലും ഒരു കണക്ഷൻ പ്രേക്ഷകരായിട്ട് വിട്ടുപോയാൽ പിന്നെ നമുക്ക് ഈ സിനിമ എന്തെയില്ല, ഇത്രത്തോളം എന്റർടൈനിങ് ആവില്ല. എവിടെയെങ്കിലും ഒരു ക്ലീഷേ മൊമെന്റ്, ഒരു 2-3 ചളി കോമഡി വന്നാലും ഈ സിനിമ നമുക്ക് എന്താവില്ല, കണക്ട് ആവില്ല. സിനിമ എനിക്ക് തോന്നുന്നു അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളെടുത്താൽ പൊട്ടി പാളീസാവാൻ ഇത് മതി. കാരണം അത്രയും ചെറിയൊരു സാധനമാണ്. ആ സിനിമ വെച്ചാണ് നമ്മൾ അത്ര എൻജോയ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇതില് അൽതാഫ് സലീം മറ്റേ ഡയറക്ടറായിട്ട് പോയില്ലേ, അൽതാഫ് സലീം ഒക്കെ കുറച്ച് സാധനമേ ഉള്ളൂ. ഇപ്പൊ കുറെ സിനിമയിലുണ്ട് അൽതാഫ് സലീം, പക്ഷെ കുറച്ച് സാധനമേ ഉള്ളൂ. ആ ഉള്ള സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പടം ഒരു എന്താ പറയാ, എനിക്ക് ഭയങ്കര ചിരിച്ച് സാറ്റിസ്ഫൈ ചെയ്ത് ഞാൻ എന്റർടൈൻമെന്റ്. അല്ല, അവര് മേ ബി കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ, പക്ഷെ എനിക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് കാണാൻ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഉറപ്പ് എന്തായാലും ഉണ്ട്, പൈസ കൊടുത്താൽ നമുക്ക് എന്തായാലും 2 മണിക്കൂർ നല്ല മുതലാവും. ചിരിച്ച് എൻജോയ് ചെയ്തിട്ട് ഇറങ്ങി പോയാൽ ആലോചിക്കേണ്ട സാധനമൊന്നുമില്ല. ഉള്ള സമയം എൻജോയ് ചെയ്തിരുന്ന് കാണാം. മറ്റേ ബുദ്ധിജീവി പരിപാടി വെച്ച് ഈ സിനിമയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും കാണൂല. അങ്ങനെ തിങ്ക് ചെയ്തിട്ട് പോവായിരിക്കും, ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ബേസിക്കലി ഫൺ സാധനമാണ്. നോർമൽ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജീവികൾക്കൊന്നും നേരം ഉണ്ടാവില്ല അറിയാം. കാരണം ഇത് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി ഫുൾ ആസ്വദിച്ചിരുന്ന് സന്തോഷിച്ച് ചിരിച്ച് ഫണ്ണായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇറങ്ങി പോരുമ്പോ. കൊടുത്ത പൈസ മുതലായിട്ട് അല്ല, കുറെ കാലത്തിന് ശേഷം കുറച്ച് ഇത്രയും ഫണ്ണായിട്ട്. അപ്പൊ ഫൺ എക്സ്പെക്ട് ചെയ്ത് പോണ സിനിമ ഇന്നിപ്പോ കുറെ സിനിമ ഇറങ്ങി. ഞാൻ സിനിമയിൽ ഫണ്ട് ചെയ്യണ എല്ലാം ഫണ്ടിലെ രാജാക്കന്മാരാണ്. അല്ല, ഞാൻ ഈ സിനിമ എന്തിനറിയാം, ട്രെയിലർ കണ്ടപ്പോ ഇന്നിപ്പോ വാഴ ഇറങ്ങിയിട്ടുണ്ട്, തങ്കലാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ നുണക്കുഴിക്ക് പോയി കയറാൻ, കാരണം എനിക്ക് എവിടെയോ ഇതൊരു വെട്ടം കൈൻഡ് ഓഫ് ഫീല് കിട്ടിയോണ്ടാണ്. ഇത് സംഭവങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ അവിടെ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തം ആയിട്ട് നല്ലോണം കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസിൽ ജോസഫും ജീത്തു ജോസഫ് എന്ന പേര് കേട്ടോണ്ടും കൂടിയാണ് എനിക്ക് കാണാൻ കൂടുതൽ താല്പര്യം. അതാ അഡീഷണൽ സാധനങ്ങൾ സിദ്ദീഖ്, ബൈജു, മനോജ് കേജൻ, ഈ സാധനങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ അറ പോകാണ്ടിരിക്കാം. പിന്നെ ഇതിനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തത് ഒരു കൈൻഡ് ഓഫ് ടോം ആൻഡ് ജെറി കൈൻഡ് ഓഫ് സാധനമാണ്. അതെ, ഫസ്റ്റത്തെ പാട്ടിന് നല്ല രസമുണ്ടായിരുന്നു. പേരെഴുതി കാട്ടുമ്പോ കേട്ട് വിട്ട സാധനം പോലെ തോന്നിയത്. ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന ടൂണാണോ അതേപോലെ പടക്കളം. ആ പാട്ടിന്റെ റെഫറൻസിൽ ഒരു സാധനം, അത് കോപ്പിയാണോന്ന് അറിയില്ല, എന്താണ് അങ്ങനെ സാധനം. എന്താണെങ്കിലും നിങ്ങള് കേറി കണ്ടു ഞങ്ങൾക്ക് മുതലാവും അല്ലെ. അപ്പൊ ഞാൻ വാഴ അടിപൊളിയാക്കണ്ട, അടുത്ത വാഴയ്ക്ക് പോകണം. ഇന്ന് ഫുള്ള് സിനിമയാണ്. ഇന്ന് സ്വാതന്ത്ര്യമാണ്. ഡേ ഔട്ട് സിനിമ ഡേ ഔട്ട്.